സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 9th ഹിന്ദി 4ാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഗർ പേട് ഔർ താരേ കി യാദ് ലോകകഥയെക്കുറിച്ച് പരിചയപ്പെടാം. എന്താണ് ലോകകഥ? നാടോടിക്കഥ അല്ലെങ്കിൽ പ്രാചീന കഥ എന്ന് പറയാം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചോർക്കുന്നില്ലേ, ഷാഹൻഷാഹ് അക്ബർ കോ കോൻ സിഖായേഗ, ചക്രവർത്തിയായ അക്ബറിനെ ആരാണ് പഠിപ്പിക്കുക എന്നുള്ള ലോകകഥ. അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഭാഗം നമുക്ക് പഠിക്കേണ്ടത്. പേര് ഗർ പേട് ഔർ താരേ കി യാദ്. ഗർ അർത്ഥമറിയാലോ, വീട്, പേട് വൃക്ഷം, ഓർ താരേ നക്ഷത്രം, കി യാദ് അതിൻ്റെ ഓർമ്മ. ലേഖക കാ പരിചയ് പേജ് നമ്പർ 70. मंगलेश दबराल का जन्म उत्तराखंड में हुआ. पहाड़ पर लालटेन, घर का रास्ता, लेखक की रोटी, हम जो देखते हैं आदि उनकी प्रमुख रचनाएं हैं. वे साहित्य अकादमी पुरस्कार से सम्मानित है. അതായത് അദ്ദേഹം ജനിച്ചത് മംഗളേഷ് ദബറാൽ ജനിച്ചത് ഉത്തരാഖണ്ഡിലായിരുന്നു. എപ്പോഴായിരുന്നു ജന്മം? 16 മെയ് 1948 എന്ന് പറഞ്ഞാൽ 16 മെയ് 1948 ഉത്തരാഖണ്ഡിൽ. പഹാഡ് പർ ലാൽട്ടേൻ, ഘർ കാ രാസ്ത, ലേഖക് കി റോട്ടി, ഹം ജോ ദേഖ്തേ ഹൈ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. വേ സാഹിത്യ അക്കാദമി പുരസ്കാർ സെ സമ്മാനിതേ, അദ്ദേഹം സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ അദ്ദേഹത്തിന് ആദരവും ബഹുമാനവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൃത്യു മരണം 9 ഡിസംബർ 2020 ഡിസംബർ 9 2020 മരിച്ചതെന്ന് മനസ്സിലാക്കുക. ലേഖകൻ്റെ പേര് പ്രത്യേകം ഓർമ്മിക്കുക. നെക്സ്റ്റ് ഇനി പാഠഭാഗം ലോകകഥ. അതായത് ഗർ പേട് ഔർ താരേ കി യാദ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് ഇവിടുത്തെ ലോകകഥ ഉദ്ദേശിക്കുന്നത്? അതായത് 200 വർഷങ്ങൾക്ക് മുൻപ് ഫിൻലാൻഡിൽ യുദ്ധം ഉണ്ടായിരുന്നു. അതായത് ഉത്തരധ്രുവത്തിന് സമീപ പ്രദേശത്താണ് ഫിൻലാൻഡ് താമസിക്കുന്നത്. ഫിൻലാൻഡ് എന്ന സ്ഥലത്ത് 200 വർഷത്തിന് മുന്നേ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ ഒരു സഹോദരനും ഒരു സഹോദരിയും ആ സ്വന്തം വീട് വിട്ട് വേർപിരിയേണ്ട അവസ്ഥയും വന്നു. സഹോദരൻ 8 വയസ്സും അതുപോലെ തന്നെ സഹോദരിക്ക് 6 വയസ്സും പ്രായമായിരുന്നു. അങ്ങനെ അവസാനഘട്ടം അവർ മറ്റ് സ്ഥലത്തേക്ക് എത്തുകയും അവിടെയുള്ള ജനങ്ങൾ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് വീണ്ടും നമ്മുടെ സ്വന്തം നാടായ ഫിൻലാൻഡിലേക്ക് തിരിച്ചു വരികയും നഷ്ടപ്പെട്ടു പോയ അച്ഛനെയും അമ്മയെയും അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം അവർ ഹാപ്പിയാകുകയാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഓക്കെ, പാരഗ്രാഫ് വായിക്കാം. ഉത്തരി ധ്രുവ് കെ പടോസ് മേം ജോ ദേശ് ഹെ ഉൻമേം ഫിൻലാൻഡ് ബി ഹെ. उसकी सीमाएं रूस से मिलती है. करीब 200 साल पहले फिनलैंड को युद्ध में बहुत नुकसान हुआ. शहरों को जला दिया गया, फसलें नष्ट हो गई, हज़ारों लोग मारे गए. हज़ारों मौतों के बाद कई बीमारियां फैल गई. हज़ारों लोग अपने घरों को छोड़कर जाने के लिए मजबूर हो गए. इधर നോക്കാം. ഉത്തരി ധ്രുവ് കെ പടോസ് മേം, അതായത് ഉത്തരധ്രുവത്തിൻ്റെ അടുത്തുള്ള, അതായത് പടോസ് എന്ന് പറഞ്ഞാൽ നെയ്ബർ അടുത്ത്. ജോ ദേശ് ഹേ അതിനടുത്ത് തന്നെ ഒരു രാജ്യമുണ്ട്. ഉന്മേ ഫിൻലാൻഡ് ബി ഹേ അതിൽ ഫിൻലാൻഡാണെന്ന് അർത്ഥം. ഉസ്കി സീമായേം അതിൻ്റെ അതിർത്തി റൂസ് സെ മിൽത്തി ഹേ റഷ്യയുമായിട്ട് ചേർന്നതാണ്. കരീബ് 200 സാൽ കെ പഹലെ എന്ന് പറഞ്ഞ അർത്ഥം ഏകദേശം 200 വർഷങ്ങൾക്ക് മുന്നേ ഫിൻലാൻഡ് കോ യുദ്ധമേ ബഹുത്ത് നുക്സാൻ ഹുവ ആ ഫിൻലാൻഡിലെ യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നുക്സാൻ മീൻസ് നഷ്ടം. ഷഹരോം കോ ജലാദിയ പട്ടണമാകെ കത്തിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഫസലെ നഷ്ട ഹോഗെ വിളവുകളും അതുപോലെ കൃഷികളൊക്കെ നഷ്ടപ്പെട്ടു. ഹസാരവും ലോകം മാരേഗെ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഹസാരോ മൗത്തോം കെ ബാദ് ആയിരക്കണക്കിന് മരണം സംഭവിച്ചതിന് ശേഷം അവിടെ കൈ ബീമാരിയാം ഫൈൽഗൈ ഒരുപാട് പലതരത്തിലുള്ള രോഗങ്ങൾ അവിടെ വ്യാപിച്ചു. ഹസാരോ ലോഗ് അപ്പനെ ഗരോ കോ ചോടുക്കർ ആയിരക്കണക്കിന് ജനങ്ങൾ അവരവരുടെ വീടുകൾ വിട്ട് ജാനേക്കിലെ മസ്ബൂർ ഹോഗൈ പോകുവാൻ വേണ്ടി നിർബന്ധിതമായി. നെക്സ്റ്റ് ഭാഗം. കുച്ച് ലോഗോं को दुश्मनों की सेना पकड़ कर ले गई. बहुत से परिवारों में माता पिता और बच्चे भी अलग अलग हो गए.
जब कुछ दिन बाद कुछ भागे हुए लोग वापस आए तो उन्हें जले हुए घरों और फसलों के अलावा कुछ भी नहीं मिला। उन्होंने बहुत मेहनत करके फिर से अपने घरों को बनाया, फसलें उगाई और लोगों के लौटने का इंतज़ार करने लगे। ये कहानी उसी दौर की है. കൊച്ചു ലോകോങ്കോ ദുശ്മനോ കി സേന പകടുക്കർ ലഗി. കുറച്ചാൾക്കാരെ ശത്രു സൈന്യങ്ങൾ പിടിച്ചു കൊണ്ടുപോയി. ബഹുത്ത് സെ പരിവാരമേ, ഒരുപാട് ഫാമിലി, കുടുംബത്തിൽ മാതാപിത, അച്ഛനമ്മമാരും അതുപോലെ തന്നെ ബച്ചെ, കുട്ടികളും അലഗ് അലഗ് ഹോയി എന്ന് പറഞ്ഞർത്ഥം വേറെ വേറെയായി പോകേണ്ടി വന്നു. ജബ് കുച്ച് ദിൻ ബാദ് കുച്ച് ഭാഗേ ഹുയ ലോക്, കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ ശാന്തമായപ്പോൾ വാപ്പസായി, കുറച്ച് പേര് മടങ്ങി വന്നു. ഉനെ ജലേ ഹുയേ ഗരോം ഔർ ഫസലോം കെ അലാവ, അവിടെ കത്തിക്കരിഞ്ഞ വീടും അതുപോലെ തന്നെ മറ്റ് വിളവുകളും അല്ലെ കൃഷികളും അല്ലാതെ മറ്റൊന്നും തന്നെ നഹീമില, കിട്ടിയില്ല. ഉനോനെ ബഹുത്ത് മെഹനത്ത് കർക്കെ, അവർ കൂടുതൽ അധ്വാനിച്ചുകൊണ്ട്, മെഹനത്ത് കർണ പരിശ്രമിക്കുക. ഫിർസെ അപ്പനെ ഗരോങ്കോ ബനായ, വീണ്ടും അവർക്ക് വേണ്ടിയുള്ള ഓരോ വീടുകളും നിർമ്മിക്കുവാൻ തുടങ്ങി. ഫസലെ മുഗായി, വിളവൊക്കെ വിളയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ വീണ്ടും കൃഷി നടത്താൻ തുടങ്ങി. അവർ ലോകോങ്കോ ലൗട്ട്നേക്ക ഇന്തസാർ കർണലകെ, ഓരോരുത്തരും ജനങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരുവാനുള്ള ഒരു പ്രതീക്ഷയിലായി തുടങ്ങി. ഇന്തസാർ കർണ, പ്രതീക്ഷ കർണ. ഏ കഹാനി ഉസി ദൗർ കി ഹേ, ഈ ഒരു സ്റ്റോറി, ഈ ഒരു കഥ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. യുദ്ധ കെ ദൗരാൻ ഏക് ബായ് और उसकी बहन घर से बिछुड़ गए. बाई 8 साल का था और बहन 6 साल की. वे एक दूर देश में पहुँचे. वहाँ उन्हें घर की बहुत याद आती थी. वे इतने छोटे थे कि उन्हें वापस लौटने के रास्ता पता नहीं था. उनके पास पड़ोस के लोग बहुत भले थे. वे उनकी देखभाल करने लगे. अदर നോക്കാം. യുദ്ധ കെ ദൗരാൻ എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൻ്റെ സമയത്ത്, ഏക് ബായ് ഔർ ഉസ്കി ബഹൻ, ഒരു സഹോദരനും അവൻ്റെ സഹോദരിയും, ഗർസെ ബിച്ചുടുകയെ, രണ്ടുപേരും വീട്ടിൽ നിന്നും വേർപിരിയേണ്ടി വന്നു. ബിച്ചുടിന. ബായ് 8 സാൽക്ക, സഹോദരന് 8 വയസ്സും, और बहन 6 साल का, സഹോദരിക്ക് 6 വയസ്സും ആയിരുന്നു. വേക്ക് ദൂർ ദേശ് മേ പഹൂഞ്ചെ, അവരവിടെ നിന്നും വളരെ ദൂരെയുള്ള രാജ്യത്തേക്ക് എത്തിച്ചേർന്നു. വഹാമുനെ ഗർക്കി ബൗത്ത് യാദ് ആത്തീത്തി, അവിടെ എത്തിയപ്പോഴും തൻ്റെ ആ വീടിൻ്റെയൊക്കെ ഓർമ്മകൾ അവർക്ക് വന്നു. വേ ഇത്തനെ ചോട്ടത്തെ, രണ്ടുപേരും അത്രയും ചെറുതായിരുന്നു. കി ഉനേം വാപ്പസ് ലൗട്ട്നേക്ക രാസ്ത പതാ നഹീൻത, ചെറുതായതുകൊണ്ട് അവർക്ക് തിരിച്ചു പോവാനുള്ള വഴി അവർക്കറിയില്ലായിരുന്നു. ഉൻകെ പാസ് പടോസ് കെ ലോക് ബൗത്ത് ബലേത്തെ, അവിടെ എത്തിയപ്പോൾ അവിടുത്തെ അയൽവാസികളൊക്കെ അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നല്ലവരായിരുന്നു. ബലേത്തെ വേ ഉൻകെ ദേഖ്ഭാൽ കർണലകെ, പിന്നീട് അവർ ഈ കുട്ടികളെ രണ്ടുപേരെയും സംരക്ഷിക്കാനും തുടങ്ങി. ദേഖ്ഭാൽ കർണ, സംരക്ഷിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട അർത്ഥം നോക്കാം. നുക്സാൻ, നഷ്ടം. ഷഹർ, ടൗൺ, പട്ടണം. ഫസൽ, വിളവ്. ഹസാർ, 1000. മൗത്ത്, മരണം. മസ്ബൂത്ത്, നിർബന്ധിതമാവുക. മെഹനത്ത്, പരിശ്രമം. ഇന്തസാർ, പ്രതീക്ഷ. യുദ്ധ കെ ദൗരാൻ, യുദ്ധസമയം. ബിച്ചുടിന, വേർപ്പെടുക. ദേഖ്ഭാൽ, സംരക്ഷണം. ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം, അതിൻ്റെ ഉത്തരവ് നോക്കാം. ലോകകഥാ കാ നാം ക്യാ ഹെ? ഘർ, പേട്, താരേ കി യാദ്. ഫിൻലാൻഡ് കഹാം സ്ഥിതി ഹെ? എവിടെയാണ് ഫിൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരി ധ്രുവ് കെ പടോസ് മേ. ഫിൻലാൻഡ് കി സീമായേം കിസ് സെ മിൽത്തി ഹെ? ഫിൻലാൻഡിൻ്റെ അതിർത്തി ഏതുമായിട്ട് ചേർന്നിരിക്കുകയാണ്? റൂസ് സെ, റഷ്യ. ബായ് और बहन कितने साल के थे? बाय 8 साल का, बहन 6 साल का. नेक्स्ट പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ. യുദ്ധ के शिकार लोगों को कौन कौन सी परेशानियाँ झेलनी पड़ती है? യുദ്ധത്തിനിരയായ ജനങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹിക്കേണ്ടി വന്നത്? ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ആൻസർ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുത്ത് എഴുതാം. അതിൽ ഹസാരോ ലോഗ് മാരേ ഗയെ, ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. കുച്ച് ലോഗോं को दुश्मनों की सेना पकड़कर ले गई.
കുറച്ചുപേരെ ശത്രുസൈന്യങ്ങൾ പിടിച്ചുകൊണ്ടുപോയി. ഗർ ജലാദിയ, വീട് കത്തി നശിച്ചു. അതുപോലെ തന്നെ ഫസലോം കി നഷ്ട ഹോ ഗയി, കൃഷിയൊക്കെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള പോയിന്റുകൾ എഴുതിയ 2 മാർക്കിന് ചോദിച്ചാൽ ഇത്രയും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നന്നായി ശരിക്കും വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം ആൻസർ എഴുതി പഠിക്കുക. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിലേക്ക് പഠിക്കാം. അതുവരെ ബൈ.